എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം ഡോക്ടർ ജുനീത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം കോക്കനട്ട് ഓയിലാണോ ഒലീവ് ഓയിലാണോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്, ഏത് രീതിയിൽ കുക്ക് ചെയ്താലാണ് ഹെൽത്തി ആയ രീതിയിൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് എന്നൊക്കെയാണ്. കോക്കനട്ട് ഓയിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നൊരു ഓയിലേ അല്ല. അതേസമയം ഒലീവ് ഓയിലിൻ്റെ പോപ്പുലാരിറ്റി കൂടി വരുന്നുണ്ട്, ആളുകൾ ഒരുപാട് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള ചില ഫാക്ട്സുകളാണ് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം ഈ ഓയിലിനെ കുറിച്ചിട്ട്, ഇതിൻ്റെ കെമിസ്ട്രിയെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പഠിക്കാം. കോക്കനട്ട് ഓയിലിൽ ഏകദേശം 90% സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത്. സാച്ചുറേറ്റഡ് ഫാറ്റ് ഇന്ന് പണ്ട് തൊട്ടേ ആളുകൾ വിശ്വസിച്ച് വരുന്നൊരു കാര്യമാണ്. ഇത് നമ്മുടെ ഹൃദ്രോഗം ഉണ്ടാക്കും, സ്ട്രോക്ക് ഉണ്ടാക്കും എന്നുള്ളത്. അതേസമയം ഒലീവ് ഓയിൽ 73% മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണുള്ളത്. അത് പണ്ട് തൊട്ടേ നമ്മൾ മനസ്സിലാക്കി വരുന്നത് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഓയിലാണ് എന്നാണ്. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. എല്ലാ സാച്ചുറേറ്റഡ് ഫാറ്റും ഹൃദ്രോഗം ഉണ്ടാക്കുന്നില്ല, സ്ട്രോക്ക് ഉണ്ടാക്കുന്നില്ല. 2023 വന്നൊരു പഠനം പറയുന്നത് കോക്കനട്ട് ഓയിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡാണ്. അപ്പം പല ലെങ്ത്തിലുള്ള ഫാറ്റി ആസിഡുകൾ ഉണ്ടാവും. ചിലതിൻ്റെ വളരെ ലോങ് ആയിരിക്കും അതിൻ്റെ ബോണ്ടിങ് ഉണ്ടാവും. ആ ലോങ് ആയിട്ടുള്ള ഫാറ്റുകൾ പൊതുവെ പ്രശ്നക്കാരാണ്. പക്ഷേ ഷോർട്ടും മീഡിയം സൈസിലുള്ളത് പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ കോക്കനട്ട് ഓയിലുള്ള ഈ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് എനർജിക്ക് വേണ്ടി ശരീരം പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് ഇത് നമ്മുടെ രക്തക്കുഴലിലൊന്നും അടിഞ്ഞുകൂടുന്നില്ല, ഹൃദ്രോഗം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാക്കുന്നില്ല, സ്ട്രോക്ക് ഉണ്ടാക്കാനും സാധ്യത ഉണ്ടാക്കുന്നില്ല. അപ്പം ഈ പണ്ട് തൊട്ടേയുള്ളൊരു വിശ്വാസമുണ്ട്, പണ്ട് തൊട്ടേ ആളുകൾ പേടിച്ചൊരു കാര്യമുണ്ട്, കോക്കനട്ട് ഓയിൽ കഴിക്കുന്നത് കൊണ്ട് ഹൃദ്രോഗം ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ അതുമായി ബന്ധമില്ലാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അതേസമയം മോഡറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കോക്കനട്ട് ഓയിൽ നമുക്കൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മാക്സിമം ഒരു ദിവസം ഉപയോഗിക്കാം. അതിനേക്കാളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് ഹൃദ്രോഗികളാണെങ്കിലും അധികം ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഓയിലും ശരീരത്തിന് എനർജിയായി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ മോഡറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം ഒലീവ് ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള ശേഷി അതിനുണ്ട്. അപ്പം ഈ ഹൃദയത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഒലീവ് ഓയിലായിരിക്കും. ഞാൻ ഒരിക്കലും ഈ റിഫൈൻഡ് ഓയിലായിട്ടുള്ള ഈ വെജിറ്റബിൾ ഓയിൽസ്, പ്രത്യേകിച്ചും സൺഫ്ലവർ ഓയിൽ, സോയ ഓയിൽസ് ഒന്നും എടുക്കാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം omega-6 ഫാറ്റി ആസിഡാണ് അതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഇത് ഒരുപാട് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട് ഓയിൽ എടുക്കുന്നത് തന്നെയാണ്. മറ്റു ചില ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ കോക്കനട്ട് ഓയിൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യും. അതേസമയം ഒലീവ് ഓയിലാണെങ്കിലോ നമ്മുടെ ഡയബറ്റിസ് റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് കുറക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടിനും അതിൻ്റേതായ യുണീക്ക് ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി കുക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കോക്കനട്ട് ഓയിലിന് ഹൈ സ്മോക്കിംഗ് പോയിൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 175 ഡിഗ്രി സെൽഷ്യസിലാണ് അത് ഈ കോക്കനട്ട് ഓയിൽ സ്മോക്ക് ചെയ്യുക. അതേസമയം ഈ ഒലീവ് ഓയിലേത് 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം അതിനേക്കാളും സ്മോക്കിംഗ് പോയിൻ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ ഓവർ ഹീറ്റ് ആക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ കെമിക്കൽ ബോണ്ടിങ്ങിൽ മാറ്റം വരാനും അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാനും സാധ്യത കൂടുതലുള്ളത് ഒലീവ് ഓയിലാണ്. അപ്പോൾ ഒരുപാട് കുക്കിംഗ് ചെയ്തിട്ട്, ഒരുപാട് ഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കോക്കനട്ട് ഓയിലായിരിക്കും. അതേസമയം ഒലീവ് ഓയിൽ നമുക്ക് സലാഡുകളിലേക്കൊക്കെ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ അധികം ഹീറ്റ് ചെയ്യാത്ത മെത്തേഡുകളിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. അതേസമയം ഈ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിലിൻ്റെ പ്രൈസ് വളരെയധികം കുറവാണ്. അതേസമയം ഒലീവ് ഓയിലിൻ്റെ പ്രൈസ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൺവീനിയൻസ് നോക്കുമ്പോൾ കോക്കനട്ട് ഓയിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള കുക്കിങ്ങിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ്. അതേസമയം ഒലീവ് ഓയിൽ നമുക്ക് വല്ലപ്പോഴും ഹൃദയത്തെ സംരക്ഷിക്കാനും മറ്റ് ആരോഗ്യ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് അഡീഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല തരം ഓയിലുകളാണെന്ന് മനസ്സിലാക്കുക. ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.